ഞാൻ ഷെഫീന ഇത്തായെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഷെഫീന ഇത്ത അവരുടെ ഡ്രസ്സിന് ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞ്, മഞ്ജിപ്പിള്ളയുടെ മകളുടെ ഡ്രസ്സിനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അവർ എങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല, ഇവർ പറഞ്ഞതിൻ്റെ ആ ഒരു ആശയം അങ്ങോട്ട് ശരിയല്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ മൗലിക അവകാശങ്ങളുണ്ട്. ഏത് രീതിയിൽ നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഷെഫീനാത്ത പറഞ്ഞത് വളരെ മോശപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്, വെറും വൃത്തികെട്ട വാക്കുകൾ. ഇപ്പോൾ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ ഒരു മുസ്ലിമാണ്. അവർ പൊട്ടിടുന്നു, തലയിൽ തുണിയിടുന്നില്ല, കൈയില്ലാത്ത ഡ്രസ്സ് ഇടുന്നു. അതിന് മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അവരത് അംഗീകരിച്ച് കൊടുക്കുമോ? ഇല്ല. അതെന്തുകൊണ്ട്? അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ നടക്കണമെന്നുള്ളത്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ഇത്രയും അപ്പം ആ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അവർക്ക് വിലക്കാൻ അവകാശമുണ്ട്. അത് പറയേണ്ട രീതിയിൽ പറയണം, മര്യാദയ്ക്ക് വിളിച്ച് പറയാം, മോളെ ഈ ഡ്രസ്സ് നീ ധരിക്കരുത്, അത് വളരെ മോശപ്പെട്ട ഡ്രസ്സാണ്. അല്ലെങ്കിൽ മയത്തിൽ ഏതെല്ലാം രീതിയിൽ അവർക്ക് സംസാരിക്കാമായിരുന്നു. അവരങ്ങനെ ഒന്നും അല്ല സംസാരിച്ചത്, വെറും വൃത്തികെട്ട രീതിയിൽ. ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നൊന്നുമില്ല അതിനകത്ത്, കാരണം ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത്, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞേ. കാരണം എന്ത് വളരെ മോശം. എന്നിട്ട് പോലും ആ കുട്ടി തിരിച്ചൊന്നും പ്രതികരിച്ചില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ മകളെങ്ങാനും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഇതിനെതിരെ പ്രതികരിച്ചേനെ. കാരണം എനിക്കിത് ഒട്ടും സഹിച്ചില്ല ആ പറഞ്ഞ വാക്കുകൾ. ആ കുട്ടി എങ്ങനെയോ നടന്നോട്ടെ, അതിന് തള്ളയും തന്തയൊക്കെ ഉള്ളതല്ലേ. മറ്റുള്ളവരെന്തിനാണ് അതിനകത്ത് കയറി കേൾക്കുന്നത്? അത് ഇവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു അവകാശവും ഇല്ല. ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും വീഡിയോ എടുത്തിട്ട് വെറുതെ അങ്ങ് വെറുപ്പ് സമ്പാദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഈ വെറുപ്പ് കാണിക്കുന്നത്? മറ്റുള്ളവരുടെ വെറുപ്പ് എന്തിനാ അവർ വാങ്ങിച്ച് കൂട്ടണം? അത് വളരെ മോശമല്ലേ? ഇവർ നടക്കുന്നതിന് ഓരോരുത്തർ ഇവരെ കുറ്റം പറയുമ്പോൾ ഇവരത് അംഗീകരിച്ച് കൊടുക്കുന്നില്ലല്ലോ. സാമർത്ഥ്യം കൊണ്ട് നിന്ന് ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആയിക്കൂടാ? അത് തെറ്റാണ്. ആ ഒരു ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. അല്ലെങ്കിൽ ഒരു മഞ്ജിപ്പിള്ളയുടെ അടുത്ത് പറയാം, ഇവർ എല്ലാവരുമായിട്ടും കോണ്ടാക്റ്റുള്ള ഒരു സ്ത്രീയാണല്ലോ, അവർക്ക് പറയാം, മോളെ അങ്ങനെ ഇച്ചിരി മര്യാദയ്ക്കൊക്കെ നടത്തണമെന്ന് കാര്യമായിട്ട് പറയാം. ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഇത്ര തരം താഴ്ന്ന രീതിയിൽ ആ കുട്ടിയെ ആക്ഷേപിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അതോ ഇനി ഷെഫീന ബീവിക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ടാണോ? ഷെഫീന ബീവി എല്ലാ രീതിയിലും ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഷെഫീന ബീവിയുടെ ആൺമക്കളെക്കുറിച്ചാണെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഷെഫീന ബീവി അടങ്ങിയിരിക്കുമോ? പ്രതികരിക്കും. പക്ഷേ മഞ്ജിപ്പിള്ള ആ കണക്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ അവരിറങ്ങിയില്ലല്ലോ ഒന്നിനും. അവർ പാവം പിടിച്ചവരാണ്. അവർ വെറും നല്ലൊരു സ്ത്രീയാണ്. ഈ മഞ്ജിപ്പിള്ള എന്ന് പറയുന്ന ആ ചേച്ചി ഭയങ്കര വെറും പാവം പിടിച്ച സ്ത്രീയാണ്. മകൾ, അവർ കുട്ടികളല്ലേ, അവരങ്ങനെ അടിച്ചു പൊടിച്ച് നടക്കട്ടെ. ഞങ്ങൾക്ക് വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. അതിൻ്റേതായിട്ടുള്ള മര്യാദയ്ക്ക് തന്നെയാണ് അത് ഡ്രസ്സിട്ട് നടക്കുന്നത്. മാക്സിമം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നോക്കി. ഇങ്ങനെയൊന്നുള്ള അധം പതിച്ച വർത്തമാനങ്ങൾ പറയാതിരിക്കുക കേട്ടോ.